ഇന്ന് ബ്രോക്കോളി വെച്ചിട്ട് ഒരു സാലഡ് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചു. അതേപോലെ ബ്രോക്കോളി ചെറുതായിട്ട് മുറിച്ച് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റാണ്. ബ്രസ്റ്റ് നല്ലപോലെ കഴുകിയെടുത്തു. എന്നിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബ്രോക്കോളിയും അതേപോലെ ക്യാരറ്റും നമ്മൾ ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിലെടുക്കുക. എന്നിട്ട് നമ്മുടെ വെള്ളത്തിലിട്ട ചിക്കൻ താഴെയും ഇതേപോലെ ഈ ഓട്ടപാത്രത്തിലുള്ള ബ്രോക്കോളി ക്യാരറ്റും അതിൻ്റെ മുകളിലുമായിട്ട് വെക്കുക. കത്തിച്ചതിന് ശേഷം അടച്ചു വയ്ക്കുക. ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടോ, ബ്രോക്കോളിയും ക്യാരറ്റും ഒക്കെ ആ സ്റ്റീമിൽ കിടന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്തു മാറ്റാം. ഈ സമയം കൊണ്ട് തന്നെ താഴെ കിടന്ന് ചിക്കനും നല്ലപോലെ വെന്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നല്ലപോലെ വെന്ത ചിക്കൻ നമുക്ക് ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ പിച്ചി എടുക്കണം. നല്ല വെന്ത് സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതേപോലെ പിച്ചി എടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഒലീവ് ഓയിൽ എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ വെന്ത ബ്രോക്കോളിയും ക്യാരറ്റും അതിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആകെ ഇതിലേക്ക് ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും. ആ ചിക്കൻ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ബ്രോക്കോളിയും ക്യാരറ്റും നമ്മൾ പാനിലേക്ക് ഇട്ട സമയത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് പാകമാക്കി എടുത്തു. പിന്നെ കുറച്ച് പെപ്പർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ നമ്മുടെ സംഭവം സാലഡ് സെറ്റ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ കൂടെ ലഞ്ച് കഴിക്കുന്ന ഫ്രണ്ട്സിനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ അതും ഒന്ന് പാക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി.